അപ്പം നിങ്ങളുടെ വീടിന് അടുത്ത് ഏത് നെറ്റ്വർക്കാണ് റേഞ്ച് കൂടുതലുള്ളതും 4Gയും 5Gയും കിട്ടുന്നത് എന്ന് നമുക്ക് നോക്കാം. പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. ഈ ആപ്ലിക്കേഷൻ്റെ പേരാണ് ഓപ്പൺ സിഗ്നൽ എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ കിട്ടുന്നതാണ്. അപ്പോൾ ഡൗൺലോഡ് ചെയ്യുക. ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇങ്ങനത്തെ ഇൻ്റർഫേസ് ആയിരിക്കും കാണിക്കുക. അതിനുശേഷം ഈ ലൊക്കേഷൻ എന്നുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പം മാപ്പ് ഓപ്പണായി വരുന്നതാണ്. അതിൽ നമ്മൾ നമ്മുടെ ലൊക്കേഷൻ ഓൺ ചെയ്ത് കൊടുക്കേണ്ടതാണ്. ലൊക്കേഷൻ ഓൺ ചെയ്ത് കഴിയുമ്പം ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണിക്കുക. എൻ്റെ കറക്റ്റ് ലൊക്കേഷനാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഈ ലൊക്കേഷനിൽ നമുക്ക് ഏതൊക്കെ നെറ്റ്വർക്കാണോ ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. ഓൾ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ മേലത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് വേണ്ടത് തിരഞ്ഞെടുക്കുക. ഇപ്പോൾ VIൻ്റെ മാത്രമാണ് കാണേണ്ടതെന്നുണ്ടെങ്കിൽ VIൻ്റെ, എയർടെലിൻ്റെ മാത്രമാണെങ്കിൽ എയർടെലിൻ്റെ, ജിയോൻ്റെ ആണെങ്കിൽ ജിയോൻ്റെ. ഇനിയിപ്പോൾ ഇതൊന്നും അല്ല, എല്ലാ നെറ്റ്വർക്കും നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഷോ ഓൾ എന്നുള്ളത് ടാപ്പ് ചെയ്താൽ മാത്രം മതി. അതിനുശേഷം വ്യൂ നെറ്റ്വർക്ക് സ്റ്റാറ്റസ് എന്ന് കാണിക്കും. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഞാൻ നിൽക്കുന്ന ലൊക്കേഷനിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സിമ്മിൻ്റെ നെറ്റ്വർക്ക് സ്പീഡും റേഞ്ചും ഇതിനകത്ത് തന്നെ കാണിക്കാം. BSNLൻ്റെ 6 MB/s ആണ്, ജിയോയ്ക്ക് 50 MB/s ആണ്, VIക്ക് 15.99 MB/s ആണ്. അപ്പം ഇതിനകത്ത് നല്ല ചൂസ് ചെയ്യുകയാണെങ്കിൽ ജിയോ ആണ് നല്ലത്. പക്ഷേ റീചാർജുകളൊക്കെ അറിയാമല്ലോ എല്ലാവർക്കും കൂടിയിട്ടുള്ള കാര്യം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ തിരഞ്ഞെടുക്കുക. എല്ലാ നെറ്റ്വർക്കിനും 2 ഘട്ടം വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ അത്യാവശ്യം സിഗ്നൽ ഉണ്ട് ഓൾറെഡി. ഇതിനകത്ത് തന്നെ ഈ അപ്ലോഡിങ് സ്പീഡ്, ഡൗൺലോഡിങ് സ്പീഡ് കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവും. ഇനിയിപ്പോൾ ഇതല്ലാതെ തന്നെ ഈ ആപ്ലിക്കേഷനിൽ വേറെ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഇൻ്റർനെറ്റ് സ്പീഡ് ഇതിനകത്ത് തന്നെ ടെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സ്പീഡ് ടെസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. വീഡിയോ ടെസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഇതുപോലുള്ള അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.